ആള് തന്നെ ഫോണിലാണല്ലോ മണി. എന്ത് എനിക്ക് ഫോണിൽ നോക്കാൻ പാടില്ലേ? പിന്നെ മണി അച്ഛൻ നേരത്തെ ആണല്ലോ ഇന്ന്. എന്ത് പറ്റി? ഇന്ന് നേരത്തെ പോണം മക്കളെ, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അച്ഛൻ. അതെ, തിരിച്ചു വരുമ്പോഴേ 2 കവർ പാല്, 1 പാക്കറ്റ് പപ്പടം. ഇന്ന് മുതൽ രാത്രി കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയാ? നന്നായി, എനിക്കും അതാണ് ഇഷ്ടം. എല്ലാവർക്കും അത് മതി. പാലു മാത്രം മതി, പപ്പടോ? പാലും പപ്പടവും വേറെ ഒന്നും വേണ്ടല്ലോ. വേറെ എന്തുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. അച്ഛൻ പോട്ടാ. എന്താ കഞ്ഞി ഇന്ന്? കഞ്ഞിയാണ്, അത്രേ ഉള്ളൂ. എന്തോ അമ്മ ഇങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടണേ? കാര്യം എന്ത്? എന്തമ്മാ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്നും പറയുന്നില്ല. ഇതെന്തോന്ന് കഷ്ടം ഇത്? പറ അങ്ങോട്ട്, എന്ത് സംഭവം? എന്ത് ഈ സമയം ഇപ്പൊ എത്രയായി? സമയം ഇപ്പം ഒരു 8:30. ഇപ്പോഴാണോ എണീച്ച് വരുന്ന സമയം? അതിന് രാവിലെ എണീച്ചിട്ട് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനൊക്കെ എന്റെ കൊച്ചിലുണ്ടല്ലോ, സൂര്യൻ തലയ്ക്ക് വെള്ളി വരുന്നതിന് മുന്നേ എണീച്ച് കുളിച്ച് നേരെ അമ്മയെ സഹായിച്ചതിന് ശേഷം സ്കൂളിൽ പോകുമായിരുന്നു. അറിയോ? അറിഞ്ഞൂടാ. പെൺകുട്ടികളെന്ന് പറഞ്ഞാലേ വീടിന്റെ വിളക്കാണെന്നാണ്. വിളക്കെന്ന് വെച്ചാൽ പ്രകാശം പരത്തുന്നവർ, അല്ലാതെ ഇരുട്ട് പരത്തുന്നവർ എന്നല്ല. തോന്നുന്ന സമയത്ത് എണീച്ചിങ് വന്നോളൂ. കളയാക്കുന്ന അഹങ്കാരം കാണിച്ചിട്ട്. അല്ലമ്മ, എന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ എനിക്ക് രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണ്. രാവിലെ എണീച്ചിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ തൊട്ട് രാവിലെ എണീക്കാം, ഒരു 8 മണിക്ക്. നിങ്ങൾ കൂടുതൽ കണ്ടീഷൻ ഒന്നും പറയണ്ട. നീ ആദ്യം പോയിട്ടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. തൂത്ത് വരാനാ? എന്നിട്ട് ഭക്ഷണം കഴിച്ചാ മതി. ഷോ അമ്മ, എന്റെ സ്ഥാനത്ത് ഒരു ആൺകൊച്ചായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു. അമ്മ നീ ഇപ്പൊ ആൺകുട്ടിയല്ലല്ലോ, പെങ്കൊച്ചല്ലേ. പെങ്കച്ചുങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പെൺകുട്ടികളോട് പറയും, ആൺകുട്ടികളോട് പറയേണ്ട കാര്യം ആണുങ്ങളോട് പറയും. ഓഹോ, രണ്ടുപേരുടെ ഇങ്ങനെ മാറ്റി മാറ്റി പറയൂല്ലേ? അതൊക്കെ മാറ്റി അമ്മ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർക്ക് ഒരുപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ പെൺകുട്ടികൾക്കൊന്ന് ആൺകുട്ടികൾക്കൊന്ന്. പെൺകുട്ടികൾ നേരം വെളുക്കും മുമ്പ് എണീക്കണം, ആൺകുട്ടികളോ എണീച്ചില്ലേലും കുഴപ്പമില്ല. ഇതെന്തോ കഷ്ടം ഇത്? നീ നേരം വെളുക്കുന്ന കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നേരത്തെ എണീക്കുന്ന ആൺകുട്ടികളുണ്ട്. നിനക്ക് അറിയാന്നുള്ള 2 ആണുങ്ങളുടെ കാര്യം തന്നെ എക്സാമ്പിൾ പറയാം. മണിക്കുട്ടൻ ചേട്ടൻ രാവിലെ 5 മണിക്ക് മുന്നേ എണീക്കും, ആണോ അല്ലയോ? എന്നിട്ട് പറമ്പിൽ പോയി പണിയെടുക്കും. നിന്റെ അച്ഛൻ വെളുക്കും മുമ്പ് എണീക്കോ? എന്നിട്ട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നുണ്ടോ? എനിക്ക് അവർക്കൊക്കെ ജോലിയില്ലേ അമ്മ? എനിക്ക് ജോലിയും കൂലി ഇല്ലല്ലോ. നിനക്ക് ജോലിയും കൂലി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ജോലി പറഞ്ഞത്. ഇനി മുതൽ മര്യാദക്ക് രാവിലെ എണീക്കോ വേണതെ പറഞ്ഞ കാര്യം ചെയ്യും. അമ്മ എനിക്ക് വിശക്കണം അമ്മ, തിന്നിട്ട് ചെയ്യാം പ്ലീസ്. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് പറയില്ലേ. മുറ്റം അടിച്ചിട്ട് കഴിച്ചാൽ മതി എന്നല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. മുറ്റം അടിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ അടുക്കളയുടെ ഭാഗത്തോട്ട് പോക്കുവരും. എന്താണ് രാവിലെ നീ ജിമ്മിൽ പോയില്ലേ? ഇല്ല. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി അമ്മ. രാവിലെ എണീച്ചില്ലായിരുന്നു. പോടി, വെളിച്ചടിച്ചാണോ ചിലപ്പോ? ജിമ്മില് അവിടെ പണി നടക്കുന്നു, അതുകൊണ്ട് ഇന്ന് പോണ്ട. ബെസ്റ്റ്. ഞാൻ ഇവിടുത്തെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു നിന്റെ ചേച്ചിയെ കണ്ടുപിടിക്കാൻ നേരത്തെ എണീക്കണ പോലെ. അതല്ല, നിങ്ങൾ രണ്ടുപേരുടെയും വർക്കൗട്ടിന്റെ കാര്യം എന്തായി? തുമ്പയൊന്നും എനിക്ക് പറ്റൂല. അതേപോലെ നടക്കാൻ പോക്കും നടക്കണില്ല. എടി ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് സമയമില്ല. അപ്പോഴത്തേക്ക് തളർന്നു പോണു മനുഷ്യൻ. അമ്മ, സുംബ ചെയ്യണമെന്നൊന്നും ഇല്ല. പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കലയുണ്ട്. എന്താണെന്നറിയോ? ഡാൻസ്. അത് പ്രാക്ടീസ് ചെയ്താ പോരെ, ഈ വണ്ണമൊക്കെ കുറയും. ശരിയാണ് അമ്മ. അമ്മ പ്രാക്ടീസ് ചെയ്യുമ്പോ എനിക്കൊരു ഞാനും കുറച്ച്. അതൊന്നും ശരിയാവില്ല. ഞാൻ ടച്ച് വിട്ടിരിക്കില്ല. ഡാൻസ് ഒക്കെ നിർത്തിട്ട് എത്ര കാലമായി. ഇതൊക്കെ ചെയ്യുമ്പോ വരും അമ്മ. അമ്മ വാ, നമുക്ക് നോക്കാം. വീണ്ടും തുടങ്ങാലോ? എന്താ പറയുന്നു? മണി പറ. ആലോചിക്കാം. നമുക്ക് അങ്ങോട്ട് മാറുന്നാളി. വാ, ഫോൺ കൂടെ വെച്ചു. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.